ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 10 വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ഓടുന്ന 4 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം മാൾട്ടി, കാന്താര, ലോക, മിറാഷ് തുടങ്ങിയ ചിത്രങ്ങളാണ്. അതേപോലെ റിലീസ് ചിത്രമായ രാവണപ്രഭുവിൻ്റെയും ഇതുവരെയുള്ള കളക്ഷൻ അപ്ഡേറ്റുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താവുന്നതാണ്. അതുകൂടാതെ നിങ്ങളുടെ ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ ഒന്ന് ചെയ്തു തരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കിനിയും ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ബാൾട്ടി ഇന്ന് 15-ാം ദിനമാണ്. 15-ാം ദിനത്തിൽ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ്. അതുമാത്രമല്ല ട്രാക്കിങ്ങിൽ നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 137ഓളം ഷോകളുടെ ട്രാക്കിംഗ് മാത്രമാണ്. ഏകദേശം 3000ഓളം ടിക്കറ്റുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 12% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്, അതായത് 7:45 വരെ വന്നിരിക്കുന്ന, രാത്രി 7:45 വരെ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 4,40,45,000 രൂപ, അതായത് ഏറെക്കുറെ 8 ലക്ഷം രൂപയോളമാണ് ഇതുവരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നലെ സിനിമയ്ക്ക് 13,21,000 രൂപ, അതായത് ഏകദേശം 22 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നെങ്കിൽ ഇന്ന് അപ്ഡേറ്റുകൾ ഒന്നും കൂടെ ശരിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഏകദേശം 20 ലക്ഷം രൂപയെങ്കിലും വരുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലേക്ക് ഒരു ഇടിവ് വന്നു എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതുകൂടാതെ ഇന്ന് 2 റിലീസുകളാണ്. ഒന്ന് ഒരു റിലീസും അതുകൂടാതെ നമുക്ക് ഫെമിനിസ്റ്റ് ഫാത്തിമ, അങ്ങനെ 2-3 ചിത്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 8 കോടി കടക്കുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 12 കോടിയിലേക്ക് എത്തി എന്നുള്ള കണക്കുകളുമാണ് പുറത്തു വരുന്നത്. ബാൾട്ടി ഒരു മികച്ച ചിത്രമായി തന്നെ ഏറെയും വിലയിരുത്തി. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. കാന്താര ചാപ്റ്റർ 1 ആണ്. 9 ദിനങ്ങൾ പിന്നിടുകയാണ് കാന്താര ചാപ്റ്റർ 1. ഇത് ഒരു ഇൻഡസ്ട്രി ലെവലിൽ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 36 കോടി കടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച. വേൾഡ് വൈഡായിട്ട് സിനിമ 500 കോടിയും കടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്താണേലും ഈ ഒരു സിനിമ മികച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഈ വരുന്ന ആഴ്ചയോടുകൂടി സിനിമ 650 കോടിയിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങൾ ഇല്ലാതെയിരിക്കണം. വരുന്ന ശനി ഞായർ ദിനം തീയായിരിക്കും. 509 കോടി 25 ലക്ഷം രൂപയാണ് കളക്ഷനായി ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. സിനിമയ്ക്ക് ഇനി കേരള ബോക്സ് ഓഫീസിലെ കളക്ഷനിലേക്ക് നമുക്ക് നോക്കാം. 1344ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 97,000ഓളം ടിക്കറ്റുകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 25% ഇന്നും ഒക്യുപ്പൻസി. 1 കോടി 58 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നത്. അതായത് ഇന്നും സിനിമ 2 കോടിക്ക് മുകളിലൊന്നുള്ളതാണ്. അതായത് ഇന്നലെ 1462 ഷോകളിൽ നിന്ന് 1,09,000ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത്. 1 കോടി 73.5 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഫൈനലായി വന്നത്. അതായത് 2 കോടിക്ക് മുകളിലായിരുന്നു ഇന്നലെയും കളക്ഷൻ. ഇന്നും സമാനമായ രീതിയിൽ ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് മുകളിൽ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ശനി ഞായർ ദിനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു 7.5-8 കോടി, അതായത് ശനിയാഴ്ച ഏകദേശം 3.25-4 കോടിക്ക് അടുത്തും, അങ്ങനെ വരികയാണെങ്കിൽ ഞായറാഴ്ച ഏകദേശം 4.5 കോടിക്ക് മുകളിലും വരും. ഒരുപക്ഷെ അതിന് മുകളിൽ 5 കോടിക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 36 കോടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രം ഈ വരുന്ന ആഴ്ചയോടുകൂടി 242-45 കോടിയിലേക്ക്, ക്ഷമിക്കുക, 142-45 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിലേക്ക് എത്തുമെന്നുള്ളതും, ഹിന്ദിയിൽ നിന്ന് 110 കോടി കഴിയുന്നു സിനിമ, കർണാടകത്തിൽ നിന്നും സിനിമ 110 കോടി കടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ ഒരു സക്സസ്സായി മാറിയിരിക്കുന്നു ഈ ഒരു സിനിമ. കാന്താര 1 എന്നുള്ള ചിത്രത്തിൻ്റെ വിജയം എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു 10 ഇരട്ടി വലിയ വിജയമായി മാറുന്നു. ഋഷഭ് ഷെട്ടിയുടെ ഈ ഒരു സിനിമ ഹെവി പോസിറ്റീവ് മാത്രമല്ല എക്സ്ട്രാ ഓർഡിനറി മൂവി എന്നുള്ള പേരിൽ പോവുകയാണ്. പ്രത്യേകിച്ച് ജയറാമിൻ്റെ മികച്ച ഒരു വേഷം ഏറെക്കാലത്തിന് ശേഷം എന്നുള്ളതും ആളുകൾ എടുത്തു പറയുന്നു. രുക്മിണി വസന്ത് സ്റ്റീൽ ദ ഷോ എന്നുള്ള ലെവലിൽ തന്നെയാണ് ഏറിയ പങ്കും പ്രേക്ഷകന് പറയാനുള്ളതും. അത് മലയാളിയാണെങ്കിലും തമിഴിനാണെങ്കിലും ഹിന്ദിക്കാരനാണെങ്കിലും ഒക്കെ ഒരേ വികാരം തന്നെയാണ് നമുക്ക് കാണാനുമുള്ളത്. അത്ര ഗംഭീരമായിട്ടാണ് കാന്താരയുടെ കുതിപ്പ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വീണ്ടും ഒരു 5 കോടിക്ക് മുകളിൽ കയറുകയാണെങ്കിൽ അത് പുതിയ ചരിത്രമാകും. ആദ്യ ദിനം 6 കോടിക്ക് മുകളിൽ നേടിയ ഈ ഒരു ചിത്രം പിന്നീട് 4-ാം ദിനം ഏകദേശം 6.5 കോടിക്ക് മുകളിൽ വന്നു. ഒരുപക്ഷെ ഞായറാഴ്ച അതേ റേഞ്ചിലേക്ക് സിനിമ എത്തും എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ 650 കോടി ആ ഒരു കളക്ഷൻ ഡീറ്റെയിലേക്ക് എത്തുന്ന ആ ഒരു ദിവസത്തിനായി. ഇനി നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത് ലോകയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണെങ്കിലും അതിനിടയിൽ ഒരു കുഞ്ഞൻ ചിത്രമായി ഇന്ന് റിലീസ് ചെയ്തേക്കുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കൂടെ കഴിഞ്ഞിട്ട് ലോകയിലേക്ക് വരാം. ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന ചിത്രമാണ്. ഒരു ചെറിയ ചിത്രമായി വന്ന് ഫസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ചിത്രം IFFKയിലുമൊക്കെ മികച്ച രീതിയിലുള്ള ഒരു അവാർഡുകളുമൊക്കെ വാരിക്കൂട്ടിയ ചിത്രമാണ്. ഇന്ന് കേരളത്തിൽ റിലീസ് ചെയ്ത ചിത്രം 95 ഷോകളിൽ നിന്ന് ഏകദേശം 1,600ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ നേടിയത് 2,47,000 രൂപയാണ്. ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ. ഒരു ചെറിയ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഈ സിനിമ
സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കമൻസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരണം. കാരണം ഇത് ഒരു വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം എന്നുള്ള പേരിൽ തന്നെയാണ് വരുന്നത്. അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ ഈ ഒരു ചിത്രം മികച്ച ചിത്രം എന്നുള്ള പേരും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അങ്ങനെയുള്ള കമൻസുകൾ കൂടി കാത്തിരിക്കുകയാണ്. ഈ ഒരു വമ്പൻ സിനിമകൾക്കിടയിലൂടെ പോകുമ്പോൾ ഈ ഒരു സിനിമയെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകവും നമുക്കുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ മികച്ച രീതിയിൽ പോകുമ്പോൾ ഇനി ലോകയുടെ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. ലോക 44 ദിനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. 50-ാം ദിനത്തെ പോസ്റ്ററുമായി സിനിമ നിറഞ്ഞാടുമ്പോൾ കേരളത്തിൽ നിന്ന് സിനിമ 121 കോടിക്കടുത്തേക്ക് എത്തുകയാണ്. ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 378ഓളം ഷോകളാണ്. ഏകദേശം 8000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്നലത്തേന് സമാനമായ രീതിയിലുള്ള ഒക്യുപ്പൻസി ഏകദേശം 10% ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് കിട്ടുന്നത്. 12 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഇന്നലെ 15,67,000 ആയിരുന്നെങ്കിൽ ഇന്ന് ഒരുപക്ഷേ അത് 16 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 17 ലക്ഷം രൂപ എത്താനുള്ള ചാൻസുകളുണ്ട്. അതായത് 25 ലക്ഷം രൂപ സിനിമയ്ക്ക് സ്ഥിരമായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ട്രാക്കേഴ്സ് മുഖാന്തരം 109 കോടി 80 ലക്ഷം രൂപ സിനിമ കടന്നിരിക്കുകയും ചെയ്യുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 121 കോടി ടച്ച് ചെയ്ത സിനിമ വേൾഡ് വൈഡായിട്ട് 300 കോടി അടിക്കുന്ന നോക്കിയിരിക്കുകയാണെങ്കിൽ 300 കോടിയിലേക്ക് എത്താൻ സിനിമയ്ക്ക് ഏറെക്കുറെ ഒരു 32 ലക്ഷം രൂപ കൂടി വേണം. അതായത് ഈ വരുന്ന ശനിയാഴ്ചയോടെ അല്ലെങ്കിൽ ഞായറാഴ്ചയോടുകൂടി 300 കോടി ക്ലബിലേക്ക് കയറുന്ന ഒരു ചിത്രമായി ഈ ഒരു സിനിമയും മാറും. പല കണക്കുകളിലും 300 കോടി 30 ലക്ഷം രൂപ എന്നുള്ളതാണ് വരുന്നതെങ്കിലും ഏറിയ പങ്കും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അത് തന്നെയാണ്. അതുമാത്രമല്ല ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത്. എന്തായാലും മലയാളത്തിലെ ഫസ്റ്റ് എവർ 300 CR മൂവി എന്ന് പറയുന്നത് അത് ലോക തന്നെയായി മാറിയിരിക്കുന്നു എന്ന് പറയാം. 7ാം വാരത്തിലും 200-ന് മുകളിലുള്ള സ്ക്രീനുകളിലാണ് സിനിമയ്ക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 5000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മികച്ച ഹോൾഡ് തുടരുന്ന ചിത്രം ഒരുപക്ഷെ 100 ദിവസം എത്തുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അതിനു മുന്നേ OTT ഉണ്ടാകുമെന്നുള്ളതാണ്. OTT കഴിഞ്ഞാലും സിനിമയ്ക്ക് ഒരു 50-60 ഷോയൊക്കെ ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് ഈ സിനിമ കാണാൻ ഇന്നും ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഫൈനൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 310 കോടിയോളമായിരിക്കാം വേൾഡ് വൈഡായിട്ട്. കേരള ബോക്സ് ഓഫീസിൽ സിനിമ 125-നും 130 കോടിക്കും ഇടയിലായിരിക്കും എന്നുള്ളതും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ലോക അങ്ങനെ നിറഞ്ഞാടുകയാണ്. അതിനിടയിൽ ദുൽഖറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കാണാം. അതൊന്നും ഒരു സിനിമ ചാനൽ എന്ന നിലയിൽ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല. കാറും സംബന്ധമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ED റെയ്ഡുമൊക്കെ ആയിട്ടുള്ളൂ. എന്തായാലും ലോക ഇനി വരാൻ പോകുന്നു. നമുക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ചിട്ട് 23-ാം തീയതി ആയിരിക്കും ഈ ഒരു സിനിമ OTTയിൽ എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അത് ലഭിച്ചിരിക്കുന്ന ആ റിപ്പോർട്ടുകൾ പ്രകാരം അങ്ങനെയാണ് എന്ന് മാത്രം. ഇനി നമുക്ക് രാവണപ്രഭുവിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. രാവണപ്രഭു അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാട്ടം തന്നെയാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു റിലീസ് ചിത്രമാണോ എന്നുള്ളത് അറിയാതെ തന്നെ ചോദിച്ചു പോകും. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് 318ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 30,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നിരിക്കുന്നത് ഏകദേശം 50 ലക്ഷം രൂപയോളമാണ്. അതായത് സിനിമയ്ക്ക് 75 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരളത്തിലെ ആദ്യ ദിനത്തിലെ കളക്ഷൻ. എങ്ങും റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. അതായത് അഴിഞ്ഞാട്ടമാണ് മോഹൻലാൽ ഫാൻസിൻ്റെ തിയേറ്ററുകൾ എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാലും എവിടെയാണെങ്കിലും ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം ഹെവി റഷ് എന്നുള്ളതാണ്. അല്ലാണ്ട് ഓൾമോസ്റ്റ് ഫുൾ എന്നല്ല ഇതിന് പറയാനുള്ളത്. അത്രത്തോളം ഹൗസ്ഫുൾ ഷോകളാണ്. എറണാകുളം കവിത പോലെയുള്ള തിയേറ്ററിൽ 6ഓളം ഷോകളുണ്ടായിട്ട് എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ. ബുക്ക് മൈ ഷോയിൽ പോലും ട്രെൻഡിങ്. അങ്ങനെ അഴിഞ്ഞാടുകയാണ് രാവണപ്രഭു. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.